ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി നമ്മൾ ആക്ടിവിറ്റീസാണ് നോക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ഗ്ലസറി എന്താണ് പറയുന്നത്, ഓരോ ചില വേർഡ്സ് അതേപോലെ അതിൻ്റെ അർത്ഥവും തന്നിട്ടുണ്ട്. ആരോമ മീൻസ് സ്മെല്ല് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എ പ്ലസൻറ്റ് സ്മെല്ല്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു സുഖകരമായ മണം. പിന്നെ എന്താണ് കോട്ടേജ്. കോട്ടേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടില്, എ സ്മാൾ ഹൗസ്. ക്യൂരിയോസിറ്റി ആകാംക്ഷ അല്ലേ. ഡിസയർ ടു നോ, അറിയാനുള്ള ആകാംക്ഷ, എങ്ങനെ ആവും ഈ സ്റ്റോൺ സൂപ്പ് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ. പിന്നെ എന്താണ് ഡെലീഷ്യസ് ആണ് രുചികരമായ, ടേസ്റ്റി. പിന്നെ എക്സ്ഹോസ്റ്റഡ്, എന്താണ് ക്ഷീണിച്ചു, വെരി ടയേർഡായി. പിന്നെ ഫുൾ ഫില്ലിങ് സാറ്റിസ്ഫൈയിങ്, തൃപ്തിപ്പെടുത്തുന്നു, ഫുൾ ഫില്ലിങ് ആവുന്നു, തൃപ്തിപ്പെടുക. ഗിഗിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിക്കുക, ടു ലോ ഇൻ സില്ലി വേസ്, അതായത് മണ്ടത്തരത്തിൽ ചിരിക്കുക, പൊട്ടത്തരത്തിൽ ചിരിക്കുക, അങ്ങനത്തെ ഒരു ചിരി. ഹം, എന്താണ് ഹം? സിങ് വിത്തൗട്ട് ഓപ്പണിങ് ദ മൗത്ത്, അതായത് നമ്മളിവിടെ ഇപ്പോൾ സ്റ്റോറിയിൽ കുറേ കണ്ട് മൂളക്കം പാട്ട് പാടുകയാണ്, അതായത് പാട്ട് പാടുക വിത്തൗട്ട്, വായ തുറക്കാതെ പാട്ട് പാടുക, മൂളുക. ഇറിറ്റേറ്റഡ്, എന്താണ് ഇറിറ്റേറ്റ് ആവുക, ശല്യപ്പെടുക, ദേഷ്യപ്പെടുന്ന രീതിയിൽ, ഫീലിംഗ് ആംഗ്രി, ദേഷ്യത്തോടെ. ഓർഡിനറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ, നോർമൽ. പിന്നെ എന്താണ് പീക്ക് എന്താ, ലുക്ക് സീക്രറ്റ്ലി അറ്റ് സംതിങ്, എന്തെങ്കിലും രഹസ്യമായി എത്തി നോക്കുക, അങ്ങനെ. പിന്നെ സ്ലൈസ്ഡ് പറഞ്ഞാൽ അരിയുക, കട്ട് ചെയ്യുക. ടു കട്ട് ഇൻ ടു തിൻ പീസസ്, ചെറിയ പീസാക്കിയിട്ട് സ്ലൈസായി കട്ട് ചെയ്യുക. പിന്നെ സ്റ്റിർ പറഞ്ഞാൽ ഇളക്കുക. ടു മിക്സ് എ ലിക്വിഡ് വിത്ത് എ സ്പൂൺ, ആ വെള്ളം ലിക്വിഡ് ഒരു സ്പൂണ് കൊണ്ട് ഇളക്കുക, അതാണ് സ്റ്റിർ. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട് ഈ പാഠത്തിൽ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? ഫസ്റ്റ് ആക്ടിവിറ്റി 1, ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. ഡ്രോ ലൈൻസ് ടു മാച്ച് ദ ക്യാരക്ടർ വിത്ത് ദെയർ ആക്ഷൻസ് ഫ്രം ദ സ്റ്റോറി. ഇവിടെ ആ സ്റ്റോറിയിലത്തെ 4 ക്യാരക്ടറിനെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ വൃദ്ധ, പിന്നെ വേറൊരു ഒരു വില്ലേജർ, പിന്നെ ആ ക്യാരറ്റ് പറിക്കാൻ പോയ ആ യങ് ലേഡി, പിന്നെ അതുപോലെ നമ്മുടെ യങ് ട്രാവലർ. 4 ക്യാരക്ടേഴ്സിനെ തന്നിട്ടുണ്ട്. ഇനി ഇവരുടെ ക്യാരക്ടർ എന്താണ്? ആഡഡ് ക്യാരറ്റ് ആഡ് ചെയ്തത് ആരാണ്? ഈ യങ് ലേഡിയാണ്. അപ്പോൾ അതിലേക്ക് വരച്ചു കൊടുക്കുക. പിന്നെ പുട്ട് എ സ്റ്റോൺ ഇൻ ടു ദ പോട്ട്, കല്ല് പോട്ടിലേക്ക് ഇട്ടു, ആ പാത്രത്തിലേക്ക് ഇട്ടത് ആരാണ്? ഈ യങ് ട്രാവലർ ആണ്. അപ്പോൾ അതിന് നേരെ വരച്ചു കൊടുക്കുക. പിന്നെ ബ്രോഡ് ചിക്കൻ കൊണ്ടുവന്നത് ആരാ? ഈ വില്ലേജറാണ്. അപ്പോൾ വില്ലേജറിന് നേരെ വരയ്ക്കുക. പിന്നെ പുട്ട് ദ പോട്ട് ഓൺ ദ ഫയർ, ഈ പാത്രം തീയിലേക്ക് വെച്ചത് ആരാണ്? ഈ ഓൾഡ് വുമൺ. അപ്പോൾ അതിലേക്ക് വരച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ആക്ടിവിറ്റി 2 എന്താണ്? ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത്ര രുചികരമാണിത്. ദ ട്രാവലർ സെഡ്, ട്രാവലർ പറഞ്ഞു. റീഡ് ദ എക്സ്പ്രഷൻ അണ്ടർലൈൻഡ്, ഇവിടെ നമുക്ക് ആസ് എന്നുള്ള വേർഡ് അടിവര ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിവര ഇട്ട ഈ പദപ്രയോഗങ്ങൾ വായിക്കുക. കംപ്ലീറ്റ് ദ ഫോളോവിങ് യൂസിങ് ദ കറക്റ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ്, എന്നിട്ട് ഈ ബോക്സിലെ ശരിയായ വാക്കുകൾ ഉപയോഗിച്ച് ഇനി പറയുന്നവ പൂർത്തിയാക്കുക. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഇവിടെ ഇപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ. ആസ് ടേസ്റ്റി ആസ് എന്നുള്ളതിൻ്റെ ഇടയിൽ ഒരു വേർഡ് വന്നിട്ടുണ്ട്, ടേസ്റ്റി. അതേപോലെ ഇവിടെ 2 ആസ് എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴെ തന്നിട്ടുള്ള സെൻറ്റൻസിൽ. ഫസ്റ്റ് വൺ, ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ആസ് ഡാഷ് ആസ് എ ജിറാഫ്, സർക്കസിലുള്ള ഒരാൾ ജിറാഫിനെ പോലെയാണ്. എങ്ങനത്തെ? ഇവിടെ കുറച്ച് വേർഡ്സ്: ക്ലിയർ, സ്ലോ, ബ്യൂസി, ടോൾ, ഗോൾഡ്. ടോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയരം കൂടിയ ജിറാഫിനെ പോലെയാണെന്ന് പറയാം. അപ്പോൾ ടോൾ അവിടെ ടോൾ എന്ന് വരും. പിന്നെ ദ ടീച്ചർ ഈസ് ആസ് ഡാഷ് ആസ് എ ബി, ടീച്ചർ അധ്യാപകൻ ഒരു തേനീച്ചയെ പോലെയാണ്. എങ്ങനത്തെ തേനീച്ച? ബ്യൂസി മീൻസ് നമ്മൾ ബിസി ആവുകയാണ്, ഭയങ്കര ബിസി, നമ്മൾ ഭയങ്കര തിരക്കിലാണ് അറിയില്ലേ, അതേപോലെ ടീച്ചർ ഒരു തിരക്കിലായ തേനീച്ചയെ പോലെയാണ്, തിരക്കുള്ള തേനീച്ചയെ പോലെയാണ് അധ്യാപകൻ. പിന്നെ മൂന്നാമത്തത്, അപ്പോൾ ബ്യൂസി എന്ന് വരും. പിന്നെ തേർഡ് വൺ, ദ വാട്ടർ ഫ്രം ദ വാട്ടർഫോൾ ഈസ് ആസ് ഡാഷ് ആസ് ക്രിസ്റ്റൽ, എങ്ങനെയാണ്? ക്ലിയർ ആസ് ക്രിസ്റ്റൽ. ദ വാട്ടർ, വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ചാടുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ പോലെയാണ്. ഇനി ഫോർത്ത് വൺ, ദ കേക്ക് ഈസ് ആസ് ഡാഷ് ആസ് ഐസ്, എന്താണ്? കേക്ക് ഐസ് പോലെയാണ്. ഇങ്ങനത്തെ ഇവിടെ തന്നിട്ട് നമ്മൾ ഓരോന്നും വായിച്ചു നോക്കുക, ഏതാണ് മാച്ച് ആവുന്നത് നോക്കുക ഈ സെൻറ്റൻസിന്. എങ്ങനെയാണ്? ഐസ് മീൻസ് ഇവിടെ കോൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ തണുത്തത്. കേക്ക് തണുത്ത ഐസ് പോലെയാണ്.
പിന്നെ എന്താണ് ദ ടോർട്ടോയിസ് പറഞ്ഞ ആമ. ടോർട്ടോയിസ് ഈസ് ആസ് ഡാഷ് ആസ് നൈൽ. ആമ ഒരു ഒച്ചിനെ പോലെയാണ്. എങ്ങനത്തെ? സ്ലോ. ആമ ഒരു സ്ലോ ആയിട്ടുള്ള ഒച്ചിനെ പോലെയാണ്, പതുക്കെ പോകുന്ന. ഇത്രേ ഉള്ളൂ. ഇനി എന്താണ് ആക്ടിവിറ്റി 3. എന്താണ്? റീഡ് ദ ഫോളോവിങ് പാസേജ്. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിക്കുക. റീറൈറ്റ് ദ പാസേജ് യൂസിങ് other വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഫോർ ദ അണ്ടർലൈൻഡ് വൺസ്. ഈ താഴെ തന്നിരിക്കുന്ന ഈ ഒരു ഭാഗം വായിച്ചിട്ട് അപ്പോൾ ഈ അടിവര ഇട്ടിരിക്കുന്ന വാക്കുകൾക്ക് പകരം ഈ പാഠപുസ്തകത്തിലെ മറ്റ് വാക്കുകൾ ഉപയോഗിച്ചിട്ട് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, ഈ അടിവര ഇട്ട ഭാഗത്ത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. വൺ ഡേ എ ട്രാവലർ എരീവ്ഡ്. ഒരു ദിവസം ഒരു യാത്രക്കാരൻ എത്തി അറ്റ് എ വില്ലേജ്, ഒരു ഗ്രാമത്തിലെത്തി. അപ്പോൾ ഈ എരീവ്ഡ് എന്നുള്ളതിന് നമുക്ക് വേറെ എന്ത് എഴുതാം? ഈ പാഠത്തിൽ നോക്കാം എങ്ങനെയാണ്. ഈ പാഠത്തിൽ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് പേജിലുണ്ട് യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. അപ്പോൾ നമുക്ക് ആ അടിവര ഇട്ട ഭാഗത്ത് എന്ത് കൊടുക്കാം? റീച്ച്ഡ് അറ്റ് എ വില്ലേജ്. പിന്നെ ഹി വാസ് വെരി ടയേർഡ് ആഫ്റ്റർ ദ ലോങ് ജേർണി. അയാൾ ദീർഘയാത്ര കഴിഞ്ഞ് വളരെ ക്ഷീണിതനായിരുന്നു. അപ്പോൾ അവിടെ എന്താണ് പാഠത്തിലുള്ളത്? എക്സ്ഹോസ്റ്റഡ്, ക്ഷീണിത. വാസ് വെരി എക്സ്ഹോസ്റ്റഡ് ആഫ്റ്റർ ദ ലോങ് ജേർണി അങ്ങനെ കൊടുക്കാം. ഹി മെയ്ഡ് സ്റ്റോൺ സൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഓൾഡ് വുമൺ ആൻഡ് ദ വില്ലേജേഴ്സ്. അയാൾ വില്ലേജേഴ്സിൻ്റെ ഓൾഡ് വുമണിൻ്റെ ഒക്കെ സഹായത്തോടെ ഒരു സ്റ്റോൺ സൂപ്പ് തയ്യാറാക്കി. ദ സൂപ്പ് വാസ് ഡെലീഷ്യസ്. ഇനി പകരം നമുക്ക് എന്ത് കൊടുക്കാം? ടേസ്റ്റി എന്ന് കൊടുക്കാം. ദ സൂപ്പ് വാസ് ടേസ്റ്റി. ദേ എൻജോയ്ഡ് ദ സൂപ്പ്. അവർ സൂപ്പ് ആസ്വദിച്ചു. വൺ ഓഫ് ദ വില്ലേജേഴ്സ് ആസ്ക്ഡ് ദ ട്രാവലർ ഫോർ സച്ച് എ സ്റ്റോൺ. ഗ്രാമവാസികളിൽ ഒരാൾ യാത്രക്കാരനോട് അത്തരം ഒരു കല്ല് ചോദിച്ചു. ദെൻ ദ ട്രാവലർ സെഡ് ദാറ്റ് ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ സ്റ്റോൺ. അപ്പോൾ ഗ്രാമവാസി എന്താണ് പറഞ്ഞത്? ഇതൊരു നോർമൽ സ്റ്റോൺ ആണ്, സാധാരണ കല്ലാണ്. അതിന് പാഠത്തിൽ എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഇറ്റ് ഈസ് എൻ ഓർഡിനറി സ്റ്റോൺ. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി എന്താണ് ആക്ടിവിറ്റി 4. ഇറ്റ് സ്മെൽസ് ഗുഡ്. ഇത് നല്ല മണം. ഇറ്റ് ടേസ്റ്റ് ഗുഡ്. ഇത് നല്ല രുചി. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ്സ് ഗുഡ്. അതായത് ഇത് 2 സെൻറ്റൻസ് ആയി പറഞ്ഞതിനെ നമ്മൾ എന്താക്കി? ആൻഡ് എന്നുള്ളൊരു വേർഡ് ചേർത്തിട്ട് ഒറ്റ സെൻറ്റൻസ് ആക്കി പറഞ്ഞു. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. ഇതിന് നല്ല മണവും രുചിയും ഉണ്ട് എന്നാക്കി പറഞ്ഞു. ഹിയർ ആൻഡ് ഈസ് എ ജോയിനിങ് വേർഡ്. ആ 2 സെൻറ്റൻസിന് ജോയിൻ ചെയ്തിട്ടുള്ള വേർഡാണ് ആൻഡ്. കമ്പൈൻ ദ ഫോളോവിങ് സെൻറ്റൻസസ് യൂസിങ് ആൻഡ്. അതേപോലെ നമുക്കിവിടെ 2 സെൻറ്റൻസ് ആക്കിയിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 2നും കൂടി ആൻഡ് ചേർത്തിട്ട് ഒരൊറ്റ സെൻറ്റൻസ് ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വെരി സിമ്പിൾ. ഒന്നാമത്തെ എന്താണ്? ഐ വിൽ ഗോ. ഞാൻ പോകാം. ഐ വിൽ ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ. എൻ്റെ തോട്ടത്തിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് എടുക്കാം. അതെങ്ങനെയാണ്? എങ്ങനെ എഴുതാം? ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ. അത്രേ ഉള്ളൂ. ഇനി അടുത്തത് എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദ ഡേ. ഈ യങ് ട്രാവലർ എല്ലാ ദിവസവും നടന്ന് ഹി റീച്ച്ഡ് എ സ്മോൾ വില്ലേജ്. ഒരു ഗ്രാമത്തിലെത്തി. ദിവസം മുഴുവനും നടന്നു പോയ ഒരു സഞ്ചാരി അവസാനം ഒരു ചെറിയ ഗ്രാമത്തിലെത്തി. അപ്പോൾ അത് 2 സെൻറ്റൻസ് ആക്കിയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ എഴുതാം? എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദ ഡേ ആൻഡ് ഹി റീച്ച്ഡ് ആസ് സ്മോൾ വില്ലേജ്. നടുവിൽ ആ ഡോട്ടുള്ള സ്ഥലത്ത് ഒരു ആൻഡ് എന്നുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾ. പിന്നെ എന്താണ്? ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ്. സൂപ്പ് വളരെ സ്വാദിഷ്ടമാണ്. ദ സൂപ്പ് ഈസ് ഫുൾ ഫില്ലിങ്. അതേപോലെ സൂപ്പ് തൃപ്തികരമാണ്. എന്താ എങ്ങനെ എഴുതുക? ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾ ഫില്ലിങ്. അങ്ങനെ. അപ്പോൾ നമ്മൾ ഇത് പറയുന്ന സമയത്ത് ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ് പിന്നെ ആൻഡ് ചേർത്തിട്ട് പിന്നെയും ദ സൂപ്പ് ഈസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾ ഫില്ലിങ് അത്ര പറഞ്ഞാൽ മതി. പിന്നെ 4-മത്തത് ഹി ഡ്രാങ്ക് ദ സൂപ്പ്. അയാൾ സൂപ്പ് കുടിച്ചു. ഹി കണ്ടിന്യൂഡ് ഹിസ് ജേണി. അയാളെ യാത്ര തുടർന്നു. എങ്ങനെയാണ്? ഹി ഡ്രാങ്ക് ദ സൂപ്പ് ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് ജേണി. പിന്നെ 5-മത്തത് ഹി വാസ് വെരി ഹംഗ്രി. ഹി വാസ് എക്സ്ഹോസ്റ്റഡ്. അവന് വളരെ വിശന്നു. അവൻ വളരെ ക്ഷീണിതനായിരുന്നു. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഹി വാസ് വെരി ഹംഗ്രി ആൻഡ് എക്സ്ഹോസ്റ്റഡ്. ഓക്കെ. അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് 5-മത്തെ ആക്ടിവിറ്റി എന്താണ്? റീഡ് ആൻഡ് എൻജോയ്. വായിച്ച് ആസ്വദിക്കുക. റീഡ് ദ സ്റ്റോറി ഓഫ് ഹന്നാസ് ഫൺ സമ്മർ അഡ്വാൻസ് വിത്ത് ചെറീസ്. ചെറികൾക്കൊപ്പമുള്ള ഹന്നയുടെ രസകരമായ ഒരു വേനൽക്കാല സാഹസികത കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. വൺ സമ്മർ ഡേ ഹന്ന വാസ് പ്ലേയിങ് ഇൻ ഹെർ റൂം. ഒരു വേനൽക്കാല ദിവസം അന്ന തൻ്റെ റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹെർ ഫാദർ കെയിം
ഹോം വിത്ത് എ കാർ ഫുൾ ഓഫ് ചെറീസ്. അവളുടെ ഫാദർ ഒരു കാർ നിറയെ ചെറി ആയിട്ട് വീട്ടിലേക്ക് വന്നു. ഹന്നാസ് പാരൻസ് ടുക്ക് ദ ചെറീസ് ഔട്ട് ഓഫ് ദ കാർ ആൻഡ് പുട്ട് ദം ഇൻ ദ ഫ്രിഡ്ജ്. അത് ഹന്നയുടെ പാരൻസ് ഈ ചെറീസ് എല്ലാം കാറിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഹന്ന ഡിസൈഡഡ് ടു ബിൽഡ് എ ബിഗ് ഹൗസ് ബൈ പുട്ടിങ് ദ ചെറീസ് ടുഗദർ ഓൺ ദ ഫ്ലോർ. അവൾ ഈ ചെറികളെല്ലാം കൂടി ഉപയോഗിച്ച് അവളുടെ ഫ്ലോറിൽ തറയിൽ ഒരു ചെറി കൊണ്ടുള്ള വീടുണ്ടാക്കാൻ തീരുമാനിച്ചു. ദെൻ ഹി ടുക്ക് 2 ചെറീസ് ആൻഡ് മെയ്ഡ് ഹിയറിങ്സ് ഫോർ ഹെർസെൽഫ്. പിന്നെ അവൾ 2 എടുത്തിട്ട് എന്താ ചെയ്ത്, ഇവിടെ ഇത് കണ്ടിട്ട് കമ്മലാണെന്ന് തോന്നുന്നു. അവൾ 2 എടുത്തിട്ട് ഒരു ഇതേപോലെ 2 കമ്മലുണ്ടാക്കി. ഷീ സോ എ പ്ലാന്റ് ബൈ ദ വിൻഡോ. ഷീ ബ്രോട്ട് ദ ചെറീസ് ആൻഡ് ഹങ് ദം ഓൺ ഇറ്റ്സ് ലീവ്സ്. പിന്നെ അവൾ എന്താണ് ഒരു ചെടി, അവളുടെ ജനലിൻ്റെ അവിടെ ഒരു ചെടി ഇരിക്കുന്നത് കണ്ട് അതെടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഇലകളിൽ എന്താക്കി, ചെറി തൂക്കി. ദ പ്ലാൻ വാസ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് ഹന്ന ബ്രോട്ട് എ ക്യാമറ ടു ടേക്ക് എ ഫോട്ടോ. എന്നിട്ട് അവൾ എന്ത് ചെയ്തു, അപ്പോൾ ചെറി വെച്ചപ്പോൾ ആ പ്ലാന്റ് ബ്യൂട്ടിഫുൾ ആയി. അപ്പോൾ ആ പ്ലാന്റിൻ്റെ ക്യാമറ എടുത്തിട്ട് ആ പ്ലാന്റിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ഹന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ദ ചെറീസ് ടു ഓൾ ഹർ നെയ്ബേഴ്സ്. പിന്നെ അവൾ എന്ത് ചെയ്ത്, അവൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ വിതരണം ചെയ്തു. അവൾ ചെറീസ് തൻ്റെ അയൽക്കാർക്കൊക്കെ വിതരണം ചെയ്തു. ദ നെയ്ബേഴ്സ് ഗിഫ്റ്റഡ് ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് ടു ഹന്ന. അപ്പോൾ നെയ്ബേഴ്സ് അവൾക്ക് തിരിച്ച് ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് കൊടുത്തു. നൗ ഹന്നാസ് ഫ്രിഡ്ജ് വാസ് ഫുൾ ഓഫ് ഡിഫറെൻറ്റ് ഡെലീഷ്യസ് ഫ്രൂട്ട്സ്. പിന്നെ എന്തായി, ഹന്നയുടെ ഫ്രിഡ്ജ് ഡിഫറെൻറ്റ് ടേസ്റ്റി ഫ്രൂട്ട്സ് ആയിട്ട് നിറഞ്ഞു. ജസ്റ്റ് നമുക്ക് വായിക്കാനൊരു കഥ കൊടുത്തിരിക്കുകയാണ്. ചില വേർഡ്സിന് പകരം അവിടെ എന്താണ് പിക്ചേഴ്സ് കൊടുത്തിരിക്കുക. അപ്പോൾ നമുക്കത് നോക്കി വായിക്കാം. പിന്നെ അടുത്തത് ആറാമത്തെ ആക്ടിവിറ്റിയാണ് ഐ ഹാവ് എ ചിക്കൻ. എനിക്ക് ചിക്കൻ ഉണ്ട്. സെഡ് എൻ ഓൾഡ് ഫാർമർ. ഒരു വൃദ്ധ കർഷകൻ പറഞ്ഞു. നൗ ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. പിന്നെ താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ഒരു കുട്ടി സ്കൂട്ടിയും ഇരിക്കുന്നുണ്ട്, അല്ല സൈക്കിളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഐ ആം നിത, ഐ ഹാവ് എ ട്രൈ സൈക്കിൾ. ഞാൻ നിത, എനിക്കൊരു ട്രൈ സൈക്കിൾ ഉണ്ട്. പിന്നെ 3 ചക്ര സൈക്കിൾ ഉണ്ട്. ഒരു പപ്പിക്കുട്ടീനെ എടുത്തിട്ടുണ്ട്. അവൾ എന്താ പറയുന്നത്, ദിസ് ഈസ് മൈ ഫ്രണ്ട് മിയ. ഇതെൻ്റെ ഫ്രണ്ട് മിയ. ഷീ ഹാസ് എ പപ്പി. അവൾക്കൊരു നായ്ക്കുട്ടിയുണ്ട്. പിന്നെ എന്താണ്, ഇവിടെ ഒരു കുട്ടി ഒരു ക്യാമറ പിടിച്ച് നിൽക്കുന്നുണ്ട്. ദിസ് ഈസ് പാള്. ഇത് പാളാണ്. ഹി ഈസ് എ ക്യാമറ. അവൻ്റെ കയ്യിൽ ഒരു ക്യാമറയുണ്ട്. പിന്നെ എന്താണ്, 2 കുട്ടികൾ ഇവിടെ ഫ്ലവേഴ്സ് പിടിച്ച് നിൽക്കുന്നത് കാണാണ്ട്. അപ്പോൾ എന്താണ്, വി ആർ ഫ്രണ്ട്സ്. ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. നമ്മൾ സുഹൃത്തുക്കളാണ്. വി ഹാവ് ഫ്ലവേഴ്സ്. നമുക്ക് പൂക്കളുണ്ട്. പിന്നെ ഒരു ഗേളും ഒരു ബോയും ഇവിടെ ബുക്സ് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ദേ ആർ കസിൻസ്. അവർ കസിൻസ് ആണ്. ദേ ഹാവ് ബുക്സ് ഇൻ ദെയർ ഹാൻഡ്സ്. കൈകളിൽ പുസ്തകങ്ങളുണ്ട്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നോ കംപ്ലീറ്റ് ദ ഫോളോവിങ് പാസേജ് വിത്ത് ഹാവ് ഓർ ഹാസ്. ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നുള്ള വേർഡ്, ഈ 2 ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, ഐ ഹാവ് എ ട്രൈ സൈക്കിൾ, ഷീ ഹാസ് എ പപ്പി, ഹി ഹാസ് എ ക്യാമറ, വി ഹാവ് ഫ്ലവേഴ്സ്, ദേ ഹാവ്. അതായത് അവൾ, അവൻ, ഷീ, ഹി എന്നൊക്കെ പറയുമ്പോൾ ഹാസാണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഐ, ഞാൻ, അതേപോലെ വി, നമ്മൾ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഹാവ് എന്നുള്ളതാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ ഐ ഡാഷ് സോ മച്ച് ഫൺ ഈറ്റിംഗ് യമി ഫ്രൂട്ട്സ് ആൻഡ് കളർഫുൾ വെജിറ്റബിൾസ്. അപ്പോൾ ഐ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഹാവ് ആണ് വരിക. ഐ ഹാവ് എന്താണ്, എനിക്ക് എല്ലാ ദിവസവും സ്വാദിഷ്ടമായ പഴങ്ങളും അതേപോലെ കളർഫുൾ വെജിറ്റബിൾസും കഴിക്കുന്നത് വളരെ രസകരമാണ്. വി എന്ന് വന്നാൽ എന്താണ്, നമ്മൾ എന്ന് വന്നാൽ ഹാവ് തന്നെയാണ്. വി ഹാവ് ടു പ്ലേ ആക്റ്റീവ് ഗെയിംസ് ടു മേക്ക് അവർ ബോഡി സ്ട്രോങ്. നമ്മൾ ഗെയിം കളിക്കുന്നത് നമ്മുടെ ശരീരത്തെ സ്ട്രോങ് ആക്കും. മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട് മിയ. അപ്പോൾ നമ്മൾ വേറൊരാളെ പേര് പറയുമ്പോൾ ഷീ, ഹി, അതേപോലെ വേറെ മിയ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളവിടെ ഹാസ് ആണ് യൂസ് ചെയ്യുക. മിയ ഹാസ് എ സൂപ്പർ പവർ ബിക്കോസ് ഷീ ഡ്രിങ്ക് ലോഡ്സ് ഓഫ് വാട്ടർ. അവൾ നന്നായി വെള്ളം കുടിക്കും, ധാരാളം വെള്ളം കുടിക്കും. അതുകൊണ്ട് അവൾ വളരെ ശക്തിയുള്ളവളാണ്. പിന്നെ അടുത്തത് മൈ ബ്രദർ പോൾ. എൻ്റെ ബ്രദർ പോൾ. അപ്പോഴും നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുക. ഹാസ് എ ഗുഡ് ഹാബിറ്റ് ഓഫ് ഗോയിങ് ടു ബെഡ് ഏർലി. നേരത്തെ ഉറങ്ങാൻ പോകുന്നത്, ഏർലി പറഞ്ഞാൽ നേരത്തെ ഉറങ്ങാൻ പോകുന്നത് ഒരു നല്ല ശീലമാണ്. നല്ലൊരു ശീലം എൻ്റെ സഹോദരനുണ്ട്. പിന്നെ ദേ ഹാവ്, അവർ, ദേ അപ്പോൾ ഹാവ് തന്നെയാണ് വരിക. ദേ ഹാവ് ഫൗണ്ട് ദാറ്റ് ദീസ് ഹെൽത്തി ചോയ്സസ് മേക്ക് അസ് ഫീൽ ഗ്രീറ്റ് ആൻഡ് സ്ട്രോങ്. ഈ ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ നമ്മെ മികച്ചവരാക്കും. ഇത്രേ ഉള്ളൂ. ഇനി ആക്ടിവിറ്റി 7 ആണ്.
എന്താണ് അഡ്വർടൈസ്മെന്റ്, അതായത് പരസ്യം. അതാണ് അഡ്വർടൈസ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്യം. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ, താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പരസ്യം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഫ്രൂട്ട്സിന്റെ പരസ്യമാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ഫ്രൂട്ട് ഷോപ്പിന്റെ, ഫ്രൂട്ട് കടയുടെ. JSR ഫ്രൂട്ട് ഷോപ്പ്, JSR ഫ്രൂട്ട് ഷോപ്പ് എന്നാണ് അതിൻ്റെ പേര്. ഫോർ ആൾ ടൈപ്സ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്, എല്ലാ തരത്തിലുള്ള ഫ്രഷ് പഴങ്ങളും ഉണ്ട്. പിന്നെ എന്താണ് ഫ്രഷ് ആൻഡ് ഡെലീഷ്യസ്, ഫ്രഷ് ആൻഡ് ടേസ്റ്റ്, അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഷോപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് സ്ഥലം എന്നും കൊടുത്തിട്ടുണ്ട്, മാർക്കറ്റ് റോഡ്, പാലക്കാട് ടൗൺ. അപ്പോൾ നമ്മൾ എല്ലാ ഷോപ്പിൻ്റെയും മുന്നിൽ ഓരോ ഇതേപോലത്തെ ബോർഡ് കാണും, ആ സ്ഥലപ്പേര് എഴുതിയിട്ട്. അതേപോലെ ഒരു ഫാൻസി ആണെന്നുണ്ടെങ്കിൽ ആ ഫാൻസിക്ക് ഒരു പേരിട്ട് അത്, പിന്നെ അവിടെ എന്തൊക്കെ ലഭിക്കും എന്നൊക്കെ ജസ്റ്റ് ഷോർട്ട് ആക്കിയിട്ടൊക്കെ നമ്മൾ എഴുതും. അപ്പോൾ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, വില്ലേജേഴ്സ് ലേൺ ദാറ്റ് ഷെയറിങ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഭക്ഷണം പങ്കുവെക്കുന്നത് പ്രധാനമാണെന്ന് ഗ്രാമവാസികൾ മനസ്സിലാക്കി. ദേ ഡിസൈഡഡ് ടു സെറ്റ് അപ്പ് എ ഫ്രീ ഫുഡ് കോർണർ ഇൻ ദ വില്ലേജ്, ഗ്രാമത്തിൽ ഒരു സൗജന്യ ഭക്ഷണ കോർണർ സ്ഥാപിക്കാൻ അവർ തീരുമാനിച്ചു. ദേ വാണ്ടഡ് എവരി വൺ ടു നോ അബൌട്ട് ഇറ്റ്, ഇത് എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയണമെന്ന് അവർ ആഗ്രഹിച്ചു. മേക്ക് ആൻ അഡ്വർടൈസ്മെന്റ് ഫോർ ദ ഓപ്പണിംഗ് ഓഫ് എ ഫ്രീ ഫുഡ് കോർണർ, ഒരു സൗജന്യ ഭക്ഷണ കോർണറിൻ്റെ ഉദ്ഘാടനത്തിനായി ഒരു പരസ്യം ചെയ്യുക, അതാണ് നമുക്കുള്ള വർക്ക്. പ്രിപ്പയർ എ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദ സെയിം, അതിനായി ഒരു ഡിജിറ്റൽ പരസ്യം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സ്റ്റോറിത്തെ ആൾക്കാർ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്ന ഒരു ഇത് ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കൊടുക്കാം, ഒരു എന്തെങ്കിലുമൊക്കെ ഫുഡ്, ചോറിൻ്റെ ഒക്കെ ചിത്രം വരയ്ക്കാം നമുക്ക്. ഒരു പാത്രത്തിൽ ഇങ്ങനെ ചോറൊക്കെ വെച്ച, അല്ലെങ്കിൽ ഒരു വാഴയിടല വരച്ചിട്ട് സദ്യ വെക്കും ഒക്കെ ഉള്ള പോലെ, ഒരു വാഴയിലയിൽ സദ്യ ഒക്കെ ഉള്ള പോലെ ഒരു പിക്ചർ ഉണ്ടാക്കുക. ഈ ബോക്സിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട വർക്കാണ്. അങ്ങനെ ഒരു പിക്ചർ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫ്രീ ഫുഡ് ഷോപ്പ് എന്ന് നിങ്ങൾക്ക് ഹെഡിങ് എഴുതാം. എന്നിട്ട് എന്താക്കാം, ഒരു ഷോപ്പിനൊരു നമ്പർ കൊടുക്കുക, ഷോപ്പിൻ്റെ സ്ഥലവും അടിയിൽ എഴുതി കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥലം ഇപ്പോൾ തൽക്കാലം എഴുതുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഫ്രഷ് ആൻഡ് ഡെലീഷ്യസ് എന്ന് കൊടുക്കാം. പിന്നെ ഫോർ എന്തൊക്കെ ഫുഡ്സ് ഉണ്ട്, എന്തൊക്കെ ഫുഡ് കിട്ടും എന്നുള്ളത് എഴുതുക. അപ്പോൾ ഒരു പോസ്റ്റർ റെഡിയാവും, ഒരു പരസ്യം റെഡിയാവും. പിന്നെ ആൾ ആർ വെൽക്കം, എല്ലാവർക്കും വെൽക്കം എന്നൊക്കെ എഴുതാം. ഓക്കെ. പിന്നെ അടുത്തത് 8ാമത്തെ ആക്ടിവിറ്റീസ് ആണ് ലെറ്റ്സ് മേക്ക് എ കേക്ക്, അതായത് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. ഡു യു നോ ഹൗ ടു മേക്ക് എ കേക്ക്, നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാമോ? ഹിയർ ആർ ദ സ്റ്റെപ്പ് ടു മേക്ക് എ കേക്ക്, കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഘട്ടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻ കറക്റ്റ് ഓർഡർ ടു മേക്ക് എ ഡെലീഷ്യസ് കേക്ക്. ഇവിടെ ഡെലീഷ്യസ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് തെറ്റിയിട്ടുള്ള ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് ആക്കാനുള്ള ഓർഡറാണ്, കറക്റ്റ് ഓർഡറിലാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഈ ബോക്സിൽ എഴുതും. സിമ്പിളാണ്, നമുക്ക് നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ എന്താണ് തന്നിട്ടുള്ളത്, ടേക്ക് 3 കപ്പ് ഓഫ് ഫ്ലോർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈദ, 3 കപ്പ് മൈദ വേണം. 3 eggs 3 മുട്ട വേണം. ഷുഗർ പഞ്ചസാര വേണം. മിൽക്ക് ആൻഡ് ½ കപ്പ് ഓഫ് ബട്ടർ, പാലും വേണം, അതേപോലെ ബട്ടറും വേണം, ½ കപ്പ്. അത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ എഴുതുക, നമ്മളവിടെ ഫുള്ളാക്കി കൊടുക്കുക. പിന്നെ അടുത്തത് എന്താണ്, ഡെക്കറേറ്റ് ദ കേക്ക്, കേക്ക് അലങ്കരിക്കുക. അതൊരിക്കലും അല്ല, അത് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. പിന്നെ എന്താണ് അടുത്തത്, pour ഔട്ട് ദ ഡോ, നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു കേക്ക് ബേക്ക് പാത്രത്തേക്ക് ഒഴിക്കാനാണ്. അതുമല്ല. പിന്നെ ഇതാണ് ഷുഗർ, മിൽക്ക് ആൻഡ് ബട്ടർ ടു ദ മിക്സ്ചർ, പഞ്ചസാരയും പാലൊന്നും ചേർക്കുക. അതുമല്ല. ബേക്ക് ദ കേക്ക് ഇൻ ദ ഓവൻ, അതൊന്നുമല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആഡ് എഗ്സ്, നമ്മൾ മുട്ട പൊട്ടിച്ച് ആഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മുട്ട ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ചേർക്കുക, ആഡ് ഷുഗർ, മിൽക്ക് ആൻഡ് ബട്ടർ, ഷുഗറും ബട്ടറും മിൽക്കും ഈ മുട്ടേൻ്റെ മിക്സിക്ക് ചേർക്കുക. പിന്നെ എന്താണ്, മിക്സ് ദ ഫ്ലോർ, പിന്നെ മൈദ ചേർത്തിട്ട് ഇളക്കുക. പിന്നെ pour ഔട്ട് ദ ഡോ. പിന്നെയാണ് നമ്മൾ ആ റെഡി ആയിട്ടുള്ള ആ ഒരു ബേക്കിംഗ് മിക്സ്ചർ നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ബേക്ക് ദ കേക്ക് ഇൻ ടു ദ ഓവണിലേക്ക് വെക്കുക. പിന്നെ എന്താണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഡെക്കറേറ്റ് ദ കേക്ക്, അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ആഡ് എഗ്സ്, പിന്നെ ആഡ് ഷുഗർ, മിൽക്ക് ആൻഡ് ബട്ടർ ടു ദ മിക്സ്ചർ, പിന്നെ മിക്സ് ദ ഫ്ലോർ, പിന്നെ pour ഔട്ട് ഡോ, പിന്നെ ബേക്ക് ദ കേക്ക് ഇൻ ദ ഓവൺ, ലാസ്റ്റ് ഡെക്കറേറ്റ് ദ കേക്ക്. അതാണ് അടുത്തത്. ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റി 9. അൺസ്ക്രാമ്പിൾ ദ ലെറ്റേഴ്സ് ടു ഫൈൻഡ് ദ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി, അതായത് കഥയിൽ നിന്ന് ഈ വാക്കുകൾ കണ്ടെത്തി അക്ഷരങ്ങൾ അഴിച്ചു മാറ്റുക.
എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഇപ്പോൾ നമുക്ക് കുറേ വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ സ്പെല്ലിങ്സ് തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഏതാന്ന് കണ്ടുപിടിച്ച് കറക്റ്റ് ആക്കിയ ബോക്സിൽ എഴുതാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് MLSAL എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്താണ് കറക്റ്റായി ഉണ്ടാവുക? സ്മോൾ. SMALL. രണ്ടാമത്തത് OTAEGTC എന്ന് തന്നിട്ടുണ്ട്. അതെന്തായിരിക്കും? കോട്ടേജ്. COTTAGE. പിന്നെ അടുത്തത് TINGNOH. അതെന്തായിരിക്കും? നത്തിങ്. ഒന്നുമില്ല. നത്തിങ് എന്നുള്ളതാണത്. NOTHING. പിന്നെ അടുത്തത് ETNU എന്ന് തന്നിട്ടുണ്ട്. അതെന്താവും? ടൂണ്. TUNE. പിന്നെ EHMUMD എന്ന് തന്നിട്ടുണ്ട്. അതെന്താണ്? ഹമ്മിഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ മൂളിപ്പാട്ട് പാടി എന്ന് പറഞ്ഞില്ലേ? HUMMED. പിന്നെ അടുത്തത് LDOSUCIE. ഇതെന്താണ്? ഡെലീഷ്യസ്. എങ്ങനെയാണ്? DELICIOUS. അടുത്തത് IONON എന്ന് തന്നിട്ടുണ്ട്. എന്താണ്? ഒനിയൻ. ONION. പിന്നെ UYOG എന്ന് തന്നിട്ടുണ്ട്. എന്താണ്? യങ്. YOUNG. അതാണ് കറക്റ്റ്. പിന്നെ CKOPET എന്ന് തന്നിട്ടുണ്ട്. എന്താണ്? പോക്കറ്റ്. POCKET. ഇത്രേ ഉള്ളൂ. പിന്നെ സെലക്ട് ദ ലെറ്റേഴ്സ് ഫൗണ്ട് ഇൻ ദ റെഡ് ബോക്സസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. ചുവന്ന ബോക്സിൽ കാണുന്ന അക്ഷരങ്ങൾ തിരഞ്ഞെടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ എഴുതുക. അതായത് ഇപ്പോൾ നമ്മൾ ഈ എഴുതിയ ഈ എത്രണ്ണാണ്? 9 എണ്ണത്തിലും ഓരോ റെഡ് ബോക്സ് ഉണ്ട്, ബാക്കിയൊക്കെ നീലയാണ്. അപ്പോൾ ഫസ്റ്റത്തേൽ എന്താണ്? ഫസ്റ്റത്തെ വേർഡിൽ വരുന്നത് റെഡ് ബോക്സിൽ എസ്. അപ്പോൾ ഈ ഏറ്റവും താഴെയുള്ള ഈ വലിയ റെഡ് ബോക്സിലേക്ക് എസ് ഫസ്റ്റ് ബോക്സിൽ എഴുതുക. പിന്നെ രണ്ടാമത്തേന്ന് ടി ആണ് വരുന്നത്, അപ്പോൾ ടി എഴുതുക. മൂന്നാമത്തേന്ന് O, നാലാമത്തേന്ന് N, അഞ്ചാമത്തേന്ന് E, ആറാമത്തേന്ന് S, ഏഴാമത്തേന്ന് O, എട്ടാമത്തേന്ന് U, ഒമ്പതാമത്തേന്ന് P. അപ്പം മൊത്തം കൂട്ടി വായിച്ചാൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരില്ലേ? സ്റ്റോൺ സൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.